السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറ്റവും സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും പുണ്യമായ ദിവസങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഈ റമദാനിൻ്റെ ഓരോ നിമിഷവും റബ്ബിൻ്റെ സാമീപ്യം ലഭിക്കുന്ന സുഹൃതങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നേറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും കുറച്ച് സമയം ദീന പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക എന്നത് വലിയ ഒരു തൗഫീഖാണ്. എല്ലാവർക്കും ലഭിക്കാത്ത കുറച്ച് ആളുകൾക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മഹത്തായ ഒരു സൗഭാഗ്യമാണ്. ആ ഒരു അർത്ഥത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സദുദ്യമം സ്വീകരിക്കുമാറാകട്ടെ. അസ്സബാതു ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുക എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദിനേന എന്നോണം അല്ലാഹുവിൻ്റെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും, കുടിക്കുന്ന വെള്ളമാണെങ്കിലും, ശ്വസിക്കുന്ന വായുവാണെങ്കിലും, സഞ്ചരിക്കുന്ന വാഹനങ്ങളാണെങ്കിലും, നമ്മൾ പാർക്കുന്ന വീടാണെങ്കിലും, നമ്മുടെ കുടുംബമാണെങ്കിലും, സന്താനങ്ങളും സമ്പാദ്യങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. എന്നാൽ ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായ അനുഗ്രഹം എന്നത് ഹിദായത്താണ്. ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ സാധിക്കുക എന്നതാണ് ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഒരുപാട് സമ്പാദ്യങ്ങൾ ഉള്ളത് കൊണ്ടോ, അതല്ലെങ്കിൽ വലിയ ഒരു സൗന്ദര്യത്തിന്റെ ഉടമയായതുകൊണ്ടോ, അതല്ല വലിയ സ്ഥാനമാനങ്ങൾ ഉള്ളത് കൊണ്ടോ, സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ളത് കൊണ്ടോ ആ ഹിദായത്ത് ലഭിച്ചുകൊള്ളണമെന്നില്ല. നമുക്കറിയാവുന്നതുപോലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ചുപോയ ഖാറൂൻ വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ ഹിദായത്ത് എന്ന തൗഫീഖ് ലഭിക്കാതെയാണ് അദ്ദേഹം മരിച്ചുപോയിട്ടുള്ളത്. വലിയ സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു അബ്ദുൽ ഇസ്സ ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന പേരുള്ള അബൂ ലഹബ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര് അബ്ദുൽ ഇസ്സ ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നാണ്. അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ട് ആ നാട്ടുകാരെ വിളിച്ച പേരാണ് അബൂ ലഹബ് എന്നത്. ലഹബ് എന്ന് പറഞ്ഞാൽ പ്രശോഭിക്കുന്നത്, അതല്ലെങ്കിൽ കത്തി തിളങ്ങുന്നത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ സൗന്ദര്യം കൊണ്ട് ആ സമൂഹത്തിലുള്ള ആളുകൾ വിളിച്ച പേരാണ്. പക്ഷെ അത്രയും സൗന്ദര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ട് കൂടി അള്ളാഹുവിന്റെ ഹിദായത്ത് എന്ന തൗഫീഖ് ലഭിക്കാതെയാണ് മരിച്ചുപോയിട്ടുള്ളത്. ഇനി വലിയ തറവാട്ടിൽ പിറന്നതുകൊണ്ടോ, വലിയ സമൂഹത്തിൽ വലിയ സ്ഥാനങ്ങളുള്ള ആളുകളുടെ കുടുംബത്തിലായതുകൊണ്ടോ ഈ തൗഫീഖ് ലഭിച്ചുകൊള്ളണമെന്നില്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യക്കും മകനും ആ തൗഫീഖ് ലഭിച്ചിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പിതാവിന് ആ തൗഫീഖ് ഉണ്ടായിട്ടില്ല. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യക്ക് ആ തൗഫീഖ് ഉണ്ടായിട്ടില്ല. അതുപോലെ
ആസിയ ബീവിയുടെ ഭർത്താവിന് ആ തൗഫീഖ് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന ആളുടെ ഭാര്യയാണെന്നത് കൊണ്ടോ, അതല്ലെങ്കിൽ ഇന്നയാളുടെ ഭർത്താവായി എന്നുള്ളത് കൊണ്ടോ, അതല്ലെങ്കിൽ ഞാൻ ഇന്നയാളുടെ പിതാവാണ് എന്നുള്ളത് കൊണ്ടൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് എന്ന് പറയുന്ന തൗഫീഖ് നൽകപ്പെടുകയില്ല. മറിച്ച് ചിലപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു വിലയുമില്ലാത്ത വളരെ ദാരിദ്ര്യമുള്ള അടിമകൾക്ക് അല്ലാഹു ഒരു പക്ഷേ ആ തൗഫീഖ് കൊടുക്കും. ബിലാൽ റളിയല്ലാഹുവിന് ആ തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന് ആ തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. അമ്മാറിനും അതുപോലെ യാസിറിനും സുമയ്യക്കും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർക്കൊക്കെ ആ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, ആ ഹിദായത്ത് എന്ന അള്ളാഹു അവന്റെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരിൽ ചില ആളുകൾക്ക് മാത്രം അവൻ ഉദ്ദേശിക്കുന്ന ചില അടിമകൾക്ക് നൽകുന്ന മഹത്തായ ഒരു തൗഫീഖാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. ഉഹദ് യുദ്ധം കഴിഞ്ഞു. ഉഹദ് യുദ്ധം കഴിഞ്ഞ സന്ദർഭത്തിൽ രണ്ടാമത്തെ അതിന്റെ ഘട്ടത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ട് മക്കയിലുള്ള മുശ്രിക്കീങ്ങളും അവിടെയുള്ള ഖുറൈശി പ്രമാണിമാരും ഉഹദ് യുദ്ധത്തിന് മുസ്ലിം സൈന്യത്തിനെതിരെ ശത്രുക്കളായി നിലകൊണ്ട അവരുടെ നേതാക്കളിൽപ്പെട്ട ചില ആളുകൾ മുസ്ലിങ്ങളിൽ നിന്ന് മരിച്ചുപോയ 70ഓളം വരുന്ന സഹാബികളെ കൊന്നു എന്ന് മാത്രമല്ല, കൊന്നതിന് ശേഷം ശാരീരികമായി ഒരുപാട് ഉപദ്രവങ്ങൾ, ശരീരത്തിലുള്ള അവയവങ്ങളൊക്കെ വെട്ടിമാറ്റി കൊത്തി നുറുക്കി വികൃതമായ കോലത്തിലാക്കിയപ്പോൾ അത് കണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലക്ക് മാനസികമായ വലിയ വിഷമം തോന്നുകയും അതിന്റെ പേരിൽ അള്ളാഹുവിനോട് ഒരു ശാപ പ്രാർത്ഥന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി എന്നാണ്. പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലഅൻ അബാ സുഫ്യാൻ ഇബ്നു ഹർബ്, അബൂ സുഫ്യാനെ അല്ലാഹുവേ നീ ശപിക്കണമേ. അല്ലാഹുമ്മ ലഅൻ അൽ ഹാരിസ് ഇബ്നുൽ ഹിശാം, ഹാരിസ് ഇബ്നുൽ ഹിശാമിനെ അല്ലാഹുവേ നിന്റെ ശാപം അവനുണ്ടാകട്ടെ. അബൂജഹലിന്റെ സഹോദരനാണ്. അല്ലാഹുമ്മ ലഅൻ സുഫ്യാൻ ഇബ്നു ഉമയ്യ, സുഫ്യാൻ ഇബ്നു ഉമയ്യക്ക് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകണമേ. അല്ലാഹുവേ നീ അവരെ ശപിക്കണമേ എന്നിങ്ങനെ ഓരോരുത്തരുടെ പേരെടുത്ത് പ്രവാചകൻ ശപിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിറക്കി, ليس لك من الأمر شيء أو يتوب عليهم أو يعذبهم فإنهم ظالمون. കാര്യങ്ങളുടെ തീരുമാനം എടുക്കാൻ അതിന്റെ അവകാശം അർഹത നബിയെ നിനക്കില്ല. ഒരുപക്ഷെ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും, അതല്ലെങ്കിൽ ഞാൻ അവരെ ശിക്ഷിക്കും, അവർ ളാലിമീങ്ങളാണെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിറക്കുകയാണ്. ഈ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, കുറെ കാലങ്ങൾക്ക് ശേഷം ഫഅസ്ലമു, ഈ പറയപ്പെട്ട മൂന്നാളുകളും ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. ഫഹസുന ഇസ്ലാമുഹു, ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നന്നായി ഇസ്ലാം അനുസരിച്ച് ജീവിച്ച ആളുകൾ കൂടിയാണ് എന്ന് മാത്രവുമല്ല, അഹ്സനുഹും ഇസ്ലാമൻ അൽ ഹാരിസ് എന്നാണ്. ഈ മൂന്നാളുകളിൽ തന്നെ ഏറ്റവും നന്നായി ഇസ്ലാം അനുസരിച്ച് ജീവിച്ചത് ഞാൻ പറഞ്ഞ അബൂജഹലിന്റെ സഹോദരനായ അൽ ഹാരിസ് ഇബ്നു ഹിശാം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിനെതിരെ ഒരു കാലത്ത് ശക്തമായ പടനാട്ടം നയിച്ച, ഇസ്ലാമിനെതിരെ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്ത, പ്രവാചകനെ തെറിവിളിച്ച, പ്രവാചകനെ ബുദ്ധിമുട്ടിച്ച ചില ആളുകൾ കുറച്ചു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹിദായത്ത് അവർക്ക് ലഭിക്കുകയാണ്. അപ്പൊ അള്ളാഹു ചിലപ്പോൾ ചില ആളുകൾക്ക് അവൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് കൊണ്ടല്ല, അവൻ ചിലപ്പോൾ മുശ്രിക്കായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ കാഫിറായിട്ടായിരിക്കാം, വ്യഭിചാരിയായി ജീവിച്ചവനായിരിക്കാം, കള്ളുകുടിച്ചവനായിരിക്കാം, ഒരുപാട് തിന്മകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ മഹത്തായ ചില ഫദ്ല് കൊണ്ട് അവന്റെ തൗഫീഖ് ലഭിച്ച് അവന്റെ ജീവിതാവസാനം ഇസ്ലാം സ്വീകരിച്ച് അങ്ങനെ മുസ്ലിമായി മരിച്ച ഒരുപാട് ചരിത്രങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മറ്റൊരു ഉദാഹരണം പറയട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്ത ഒരു കുട്ടിയായിരുന്നു, ഒരു ജൂതന്റെ കുട്ടി. ഒരിക്കൽ അവൻ അസുഖം ബാധിച്ചു കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ കാണാൻ പോയി. എന്നിട്ട് പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിം ആകണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ കുട്ടിയുടെ അച്ഛൻ തന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഫനദറ ഇലാ അബീഹി വഹുവ ഇൻദ റഅസി, അവന്റെ തലക്കരിയിൽ വാപ്പ ഇരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം, പ്രവാചകൻ ഇങ്ങനെ പറയുന്നു എന്ന രൂപത്തിൽ അവൻ ഇങ്ങനെ നോക്കിയപ്പോ
ആ ജൂതനായ പിതാവ് പറഞ്ഞു അത്രേ, അത്തി അബൽ ഖാസിം. ജൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്നത്തെ കാലഘട്ടത്തിലെ ജൂതന്മാർ അബുൽ ഖാസിം എന്നായിരുന്നു വിളിച്ചത്. പ്രവാചകന്റെ കുന്നിയത്താണ്. ആ സമയത്ത് ആ പിതാവ് മോനോട് പറഞ്ഞു, അബുൽ ഖാസിമിനെ അഥവാ ഈ പ്രവാചകനെ നീ അനുസരിച്ചോ എന്ന്. അങ്ങനെ ഫഅസ്ലമ, ആ കുട്ടി ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ആ സന്ദർശനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നീ കുട്ടിയെ രക്ഷപ്പെടുത്തിയ അല്ലാഹ് നിനക്കാണ് സർവസ്തുതി. നോക്കൂ, ഹിദായത്ത് ലഭിക്കുകയാണ്. എപ്പോഴാണ് അതിനൊരു കാരണമാകും പല ആളുകളും, പക്ഷെ ഹിദായത്ത് കൊടുക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചക സന്നിധിയിലേക്ക് സങ്കടപ്പെട്ട് കരഞ്ഞു ഓടി വരുന്ന ചരിത്രം സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ദിവസവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതിനു ശേഷം ഓരോ ദിവസവും ഉമ്മയുടെ അടുത്ത് പോയി ഇസ്ലാമിനെ പരിചയപ്പെടുത്തും, തൗഹീദ് പറഞ്ഞു കൊടുക്കും, പ്രവാചകനെ പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ഒരു ദിവസം പ്രവാചകനെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ ഉമ്മ വല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി വിളിക്കുകയാണ്. ഇത് കണ്ട് വിഷമം വന്ന് മാനസികമായി വിഷമിച്ച് പ്രവാചക സന്നിധിയിലേക്ക് ഓടിച്ചെന്ന്, നബിയെ എന്റെ ഉമ്മക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം, അല്ലാഹുവോട് പ്രാർത്ഥിക്കണം, അബീ ഹുറൈറ, അബൂ ഹുറൈറയുടെ ഉമ്മക്ക് വേണ്ടി ഹിദായത്തിലാകാൻ നിങ്ങൾ ദുആ ചെയ്യണം എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ആവശ്യം പരിഗണിച്ച് അല്ലാഹുമ്മ ഹ്ദി ഉമ്മി അബീ ഹുറൈറ, അബൂ ഹുറൈറയുടെ ഉമ്മക്ക് അല്ലാഹുവേ നീ ഹിദായത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു എന്ന്. അങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ അദ്ദേഹം വീട്ടിലേക്ക് ഓടി പോവുകയാണ്. നബിയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖാൻ, അഷ്റഫുൽ ബശറാൻ, മാനവരിൽ മഹോന്നതനാണ് അദ്ദേഹം. അതാ അങ്ങനെ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ അടുത്ത് ഓടിച്ചെന്നപ്പോ വീടിന്റെ കതകടച്ചിട്ടുണ്ട്. ഉമ്മ കുളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അബൂ ഹുറൈറയുടെ കാൽ പെരുമാറ്റം മുറ്റത്ത് നിന്ന് ഉമ്മ കേട്ടപ്പോ ഉമ്മ പറഞ്ഞു, മകാനക്, നീ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിൽക്കുക. അങ്ങനെ ഉമ്മ കുളിച്ച് വൃത്തിയായി വാതിൽ തുറന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, ഷഹാദത്ത് പ്രഖ്യാപിച്ച് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. അതിന്റെ പേരിൽ അദ്ദേഹം സന്തോഷം കൊണ്ട് കണ്ണുനീരൊലിപ്പിച്ച് പ്രവാചക സന്നിധിയിലേക്ക് ഓടിച്ചെന്ന് എന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുകയും പ്രവാചകൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്ത സന്ദർഭം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുക എന്ന് പറയാൻ സാധ്യമല്ല. നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം തൗഹീദ്, സ്വീകരിക്കുമോ ഇല്ലയോ വല്ലാഹു അലം. നമ്മുടെ ദൗത്യം തബ്ലീഗ്, റിസാലത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതല്ലെങ്കിൽ അല്ലാഹനെ കുറിച്ച് പ്രവാചകനെ കുറിച്ച് കേൾക്കാനും പഠിക്കാനും ഇസ്ലാം എന്ന പരിശുദ്ധ മതത്തെ പുൽകുവാനും അവസരം ലഭിച്ച ആളുകളാണ് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നമ്മളൊക്കെയും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദീനിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ അള്ളാഹുവോട് നിരന്തരമായി ദുആ ചെയ്യണം. എപ്പോഴാണ് നമ്മൾ തെറ്റിപ്പോവുക എന്ന് പറയാൻ സാധ്യമല്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊക്കെ തൗഹീദ് കിട്ടി അൽഹംദുലില്ലാഹ് ഇനി ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ മതി എന്നാണ്. അല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട് ദീനിൽ അടിയുറച്ച് നിർത്തി തരാൻ വേണ്ടി അള്ളാഹുവോട് നിരന്തരമായി ദുആ ചെയ്യുന്നു. ഒരു ചരിത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. വലിയ ഖുർആനിലൊക്കെ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു സിലത്ത് ഇബ്നുൽ ആസ് അൽ വാസിവി എന്ന് പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്മായിൽ ഇബ്നു അബി ഹക്കീം എന്ന് പറയുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായ ഒരു വ്യക്തിയെ ഖുസ്തൻതീനിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് പറഞ്ഞയക്കുകയും കുറച്ച് പൈസയും ഫിദിയയും കൊടുത്ത് ചില അടിമകളെ മോചിപ്പിച്ചു വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായ ഇസ്മായിൽ ഇബ്നു അബി ഹക്കീം എന്ന് പറയുന്ന വ്യക്തിയെ ഖുസ്തൻതീനിയയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ എത്തി റോമക്കാർക്കിടയിൽ അദ്ദേഹം ഇങ്ങനെ പല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ, അതിന്റെ തെരുവുകളിലൂടെ, വഴിയോരങ്ങളിലൂടെ അദ്ദേഹം ഇങ്ങനെ നടന്നപ്പോ ഒരു
വീടിന്റെ ഉള്ളിൽ നിന്ന് വളരെ സുന്ദരമായി ഖുതൈല അൽ അസ്ജഇ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു കവിയുടെ ചില വാചകങ്ങൾ, അറബി കവിത വളരെ സ്ഫുടമായ ശൈലിയിൽ അറബിയിൽ ഫുസ്ഹയോടുകൂടി നല്ല അറബി അക്ഷരമെല്ലാം സ്ഫുടമായി നല്ല രീതിയിൽ ഇങ്ങനെ പാട്ടുപാടിയത് കേട്ടപ്പോ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഈ റോമക്കാർക്കിടയിൽ ഇത്രയും നന്നായി അറബിയിൽ കവിത പാടാൻ കഴിയുന്ന ആരാണ് ഇവിടെയുള്ളത് എന്ന് അദ്ദേഹം ആശ്ചര്യം കൂറുകയും എന്നിട്ട് ആ പാട്ട് കേൾക്കുന്ന വീടിന്റെ അവിടെ പോയി അതിന്റെ കതകിലൊന്ന് മുട്ടുകയും അത് കേട്ട് അദ്ദേഹം വാതില് തുറന്നു എന്നാണ്. നിങ്ങൾ ആരാണ് എന്ന് ഇസ്മായിൽ ഇബ്നു അബീ ഹക്കീം ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ മദീനയിൽ ജീവിച്ച സിലത്ത് ഇബ്നുൽ ആസ് അൽ വാസിബി എന്ന പേരുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ആ സമയത്ത് ഇസ്മായിൽ ഇബ്നു അബീ ഹക്കീം ചോദിച്ചു, എങ്കിൽ നിങ്ങൾ എന്താണ് ഇവിടെ എത്തിയത്? ഈ ഖുസ്തൻതീനിയ എന്ന് പറയുന്ന ഈ നാട്ടിൽ നിങ്ങളെ എത്തിക്കാൻ പ്രേരിപ്പിച്ച ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ ചില മദ്യപാനികളെ പിടിച്ചു എന്നാണ്, ശിക്ഷ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ എനിക്ക് ശിക്ഷ കിട്ടി. അതിന്റെ പേരിൽ വിഷമം സഹിച്ച് പേടിച്ചിട്ട് ഞാൻ ആ മദീനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് എന്നാണ്. അപ്പൊ ഇസ്മായിൽ ഇബ്നു അബീ ഹക്കീം പറഞ്ഞു, ഇന്ന അമീറൽ മുഅ്മിനീൻ, ഇപ്പോഴുള്ള നമ്മുടെ മുഅ്മിനീങ്ങളുടെ നേതാവായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് ഖദ് ബഅസനി ഫിൽ ഫിദാ, ചില ഫിദിയകൾ തന്ന് മോചനദ്രവ്യം തന്ന് അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചതാണ് ഈ നാട്ടിലേക്ക്. എനിക്ക് തോന്നുന്നു നിങ്ങളെ മോചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഏറ്റവും അർഹൻ നിങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം, നമുക്ക് മദീനയിലേക്ക് പോകാം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാണ്. നിങ്ങൾ കുഫ്റിൽ പൂണ്ടിട്ടില്ല എങ്കിൽ, നിങ്ങൾ നസാറാക്കളുടെ മതം സ്വീകരിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്, അതിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടില്ല, ആ ഇസ്ലാമിന്റെ ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ എവിടെയെങ്കിലും ഒരു ചില്ലറക്കണക്കിന് കത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വരണം എന്ന് ആവശ്യപ്പെട്ടു എന്നാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാനിനി മദീനയിൽ വന്നാൽ ഞാൻ നസാറാക്കളുടെ മതം സ്വീകരിച്ച ആളല്ലേ എന്ന് ആളുകളൊക്കെ എന്നെ കുറിച്ച് പറയും. എനിക്കൊരു ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. അവരെ കുറിച്ച് അവിടെയുള്ള മദീനയിലുള്ള ആളുകൾ നസ്രാണി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. ക്രിസ്തു മതം സ്വീകരിച്ച ആളല്ലേ എന്ന് വിളിച്ച് കളിയാക്കും. അതുകൊണ്ട് ഞാനങ്ങോട്ട് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ആ സമയത്ത് ഇസ്മായിൽ ഇബ്നു അബീ ഹക്കീം ചോദിക്കുന്നത്, അലസ്ത കുൻത ഖാരിഅൻ ലിൽ ഖുർആൻ, നീ ഖുർആനിൽ അതീവ പാണ്ഡിത്യമുള്ള ആളായിരുന്നില്ലേ? ഖുർആനൊക്കെ നന്നായി പാരായണം ചെയ്യാൻ കഴിയുന്ന, ഖുർആൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തന്നെ കഴിയുന്ന നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നില്ലേ അങ്ങ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുൻതു മിൻ അഖ്റഇൻ നാസ്, അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ നന്നായി പാരായണം ചെയ്യുകയും ഖുർആനിൽ അതീവ പാണ്ഡിത്യമുള്ള വ്യക്തി ഞാനായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് ഇസ്മായിൽ ഇബ്നു അബീ ഹക്കീം പറഞ്ഞത്, ഇന്ന ശഖാവത ഖദ് ഗലബത് അലൈ, ദൗർഭാഗ്യം നിന്നെ അതിജയിച്ചിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഖുർആനിൽ അതീവ പാണ്ഡിത്യമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിച്ചയാളാണ്, മദീനയിൽ ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ ജീവിച്ച ആളാണ്, ഖുർആൻ നന്നായി പാരായണം ചെയ്യാൻ അറിയാം. എന്നിട്ടും അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാതെ നസാറാക്കളുടെ മതം സ്വീകരിച്ച് ശിർക്കിലായി കുഫ്റിലായി മരിച്ചുപോയ, ആ ഹിദായത്ത് എന്ന തൗഫീഖ് ലഭിക്കാതെ പോയ ചരിത്രങ്ങൾ എത്രയോ നമുക്ക് വായിക്കാൻ സാധിക്കും. സഹൽ ഇബ്നു സഅദ് അസ്-സാഇദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ, ഖൈബർ യുദ്ധമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ആ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അതാ ഒരു സഹാബി ധീരമായി ശക്തമായി ധൈര്യത്തോടുകൂടി സ്ഥൈര്യത്തോടുകൂടി മനസ്സാന്നിധ്യത്തോടുകൂടി യുദ്ധം ചെയ്യുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അതിന്റെ പേരിലൊക്കെ ആശ്ചര്യം പൂണ്ട് ചില സഹാബികൾ ഇങ്ങനെ നോക്കി നിന്നു എന്നാണ്. ആ സമയത്ത് അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ ഫിന്നാർ,
ശത്രുക്കളെ തലയിങ്ങനെ അറുത്തുമാറ്റി ശക്തമായി പോരാട്ടം നയിക്കുന്ന ഒരു സഹാബിയുടെ മുഖത്ത് നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ് എന്ന്. സഹാബികൾക്ക് അത്ഭുതമായി. പ്രവാചകൻ അങ്ങനെ പറയണമെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ അങ്ങനെ പറയുകയില്ലല്ലോ എന്ന് മനസ്സിലാക്കി ചില സഹാബികൾ ആ സഹാബിയെ പിന്തുടർന്നു എന്നാണ്. അങ്ങനെ ഒരു യുദ്ധത്തിൽ, ആ യുദ്ധത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വയറിന്റെ ഭാഗത്തേക്ക് ഒരു കുത്തുകൊണ്ട് അതിന്റെ വേദന സഹിക്കവയ്യാതെ അദ്ദേഹം സ്വന്തം വാള് വയറിലേക്ക് ഇറക്കി വെച്ച് ആത്മഹത്യ ചെയ്യുന്നതാണ് ആ സഹാബികൾക്ക് കാണാൻ സാധിച്ചത് എന്നാണ്. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ നരകത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. നോക്കൂ നിങ്ങൾ, മുസ്ലിമായി ജീവിച്ച് എല്ലാ അർത്ഥത്തിലും ഇസ്ലാം പുൽകി പ്രവാചക സന്നിധിയിൽ ഉണ്ടായിട്ട് കൂടി പ്രവാചകനും ഇസ്ലാമിനും വേണ്ടി ധീരമായി യുദ്ധത്തിൽ ഏർപ്പെട്ട ആ സഹാബി അന്ത്യം മോശമായി പോയി. ഹിദായത്തില്ലാതെ കുഫ്റിലായി അദ്ദേഹം മരിച്ചുപോയി എന്നല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ ഇസ്ലാമായി എന്നുള്ളത് കൊണ്ട് സഹോദരന്മാരെ എന്നും അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയില്ല. ഇസ്ലാമായി ജീവിക്കുക എന്നത് പോലെ പ്രധാനമാണ് നമ്മുടെ അന്ത്യം നന്നാവുക എന്നത്. മുസ്ലിമായി തന്നെ മരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നൽ അബ്ദ ലയഅമലു ഫീമാ യറന്നാസു അമല അഹ്ലിൽ ജന്നah. ചില ആളുകൾ ജനങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ വിചാരിക്കും അവൻ സ്വർഗത്തിന്റെ ആളാണ്, ഏത് സമയവും നിസ്കാരമാണ്, നോമ്പ് കൃത്യമായി അനുഷ്ഠിക്കുന്നുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, ജനങ്ങളുടെ കണ്ണിൽ നല്ല ദീനുള്ള വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്നഹു ലമിൻ അഹ്ലിൻ നാർ, അവൻ നരകക്കാരനായി മരിക്കും, അന്ത്യം മോശമാകും. അവസാന കാലഘട്ടത്തിൽ ഹദീസുകളെ നിഷേധിച്ച് ഖുർആൻ ദുർവ്യാഖ്യാനിച്ച് അതല്ലെങ്കിൽ പല നിലക്കും ഇസ്ലാമിന്റെ യഥാർത്ഥമായ പാതയിൽ നിന്ന് പിഴച്ചുപോയി നരകത്തിന്റെ ആളായി അവൻ മരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയഅമലു ഫീമാ യറന്നാസു അമല അഹ്ലിൻ നാർ. ചില ആളുകളെ കാണുമ്പോൾ ഏത് സമയവും മദ്യപിക്കുന്ന ആളുകൾ, വ്യഭിചരിക്കുന്ന ആളുകൾ, തോന്നിവാസം പറയുന്ന ആളുകൾ, ജനങ്ങൾ വിധി എഴുതും അവൻ നരകക്കാരൻ തന്നെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഹുവ മിൻ അഹ്ലിൽ ജന്നah, അവൻ സ്വർഗ്ഗക്കാരനാകും. അവൻ അവസാന കാലഘട്ടത്തിൽ ഹിദായത്ത് ലഭിച്ച് നല്ല ആളായി, നല്ല ദീനുള്ളവനായി അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി അവൻ സ്വർഗത്തിന്റെ ആളായി മാറുന്ന എത്രയോ ആളുകളുണ്ട്. ഏത് പ്രവർത്തനവും സ്വീകരിക്കപ്പെടുക അതിന്റെ അന്ത്യം നോക്കിയിട്ടാണ്. ഇത് ഇസ്ലാമിലെ ഏറ്റവും വലിയ തത്വമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഏത് കാര്യവും അതിന്റെ അന്ത്യമാണ് നോക്കുക. ഇപ്പൊ ഈ റമളാൻ നമ്മൾ തുടങ്ങുമ്പോ എങ്ങനെയാണ് എന്നതല്ല, അതിന്റെ അവസാനവും അതുപോലെ നമ്മൾ നിലനിൽക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ഇത്ര കാലം നമ്മൾ ഏത് രൂപത്തിൽ ജീവിച്ചു, ഞാനൊരു മുജാഹിദാണ്, ഞാൻ കൃത്യമായി പള്ളിയിൽ പോകാറുണ്ട്, ഞാൻ തൗഹീദ് ഉൾക്കൊണ്ടവനാണ് എന്നതല്ല, മരിക്കുമ്പോൾ നമുക്ക് ആ തൗഹീദ് ഉണ്ടോ എന്നതാണ് പ്രധാനം. ഏത് പ്രവർത്തനവും പരിഗണിക്കപ്പെടുന്നത് അതിന്റെ അവസാനം നോക്കിയിട്ടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. ഇസ്ലാം, ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുക, സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൂറത്തു ആലി ഇംറാനിൽ എല്ലാ വെള്ളിയാഴ്ചയിലും നമ്മൾ കേൾക്കാറുള്ള ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. അല്ലാഹനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. എങ്കിൽ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. മരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, അതാണ് വളരെ പ്രധാനം. ജീവിക്കുമ്പോൾ എങ്ങനെയാണ് എന്നതിനേക്കാൾ പ്രധാനമാണ് നമ്മൾ മരിക്കുമ്പോൾ ഏത് രൂപത്തിലാണ് എന്നത്. അതുകൊണ്ടാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും പ്രാർത്ഥിച്ചത്, തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കണമേ, സാലിഹീങ്ങളിൽ നീ എന്നെ ചേർക്കണമേ. എന്താ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം? മുസ്ലിമായി മരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഹൃദയം ഏത് സമയവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നതാണ്, അല്ലേ? ഹൃദയം എന്ന് പറഞ്ഞാൽ ഖൽബ്, അറബിയിൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാറി മറിയുന്നത് എന്നാണ് അതിന്റെ അർത്ഥം പോലും. അപ്പോൾ ഏത് സമയവും
ഒരേപോലെ നമ്മുടെ ഹൃദയമാവുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചിന്തകൾ മാറി മാറി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ലഖൽബു ഇബ്നി ആദമ അശദ്ദു ഇൻഖിലാബൻ മിനൽ ഖിദരി ഇദ ജതമഅത് ഗല്യ എന്നാണ്. ഒരു അടുപ്പത്ത് വെച്ച ഒരു വെള്ളം തിളക്കുന്നത് പോലെ അതിങ്ങനെ മാറി മറിയുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ മനുഷ്യന്റെ ഹൃദയം മാറി മറിയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത ഒരു പ്രാർത്ഥന ഏതാണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റഹ്മാനെ, നിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണമേ എന്നാണ്. ആരാ ഇത് പ്രാർത്ഥിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുവേ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന്. ഈ പ്രാർത്ഥന വല്ലാതെ പ്രാർത്ഥിക്കുന്നത് സഹാബികൾ കേട്ടപ്പോ ചില സഹാബിമാര് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, തഖാഫു അലൈനാ വഖദ് ആമന്നാ ബിക വസദ്ദഖനാക ബിമാ ജിഅത ബിഹി. നബിയെ, ഞങ്ങൾ ഈ ദീനിൽ നിന്ന് പഴച്ചു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പേടിക്കുന്നുണ്ടോ? ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ച ആളുകളല്ലേ, നിങ്ങൾ കൊണ്ടുവന്നതിന് മുഴുവൻ സത്യപ്പെടുത്തിയ ആളുകളാണ് ഞങ്ങൾ പഴച്ചു പോകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, പേടിക്കുന്നത് എന്ന് ചില സഹാബിമാര് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ. അല്ലാഹുവിന്റെ വിരലുകളിൽ, രണ്ട് വിരലുകൾക്കിടയിലാണ് മനുഷ്യന്റെ ഹൃദയമുള്ളത് എന്നാണ്. യുഖല്ലിബുഹാ കൈഫ ശാ. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ആ ഹൃദയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാൻ ഒരുപാട് കാരണങ്ങളും സാഹചര്യവും ഉണ്ടാവും. അവിടെ ദീനിൽ അടിയുറച്ചു നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ലിബറലിസവും മതനിരാസവുമെല്ലാം അടിഞ്ഞാടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ വിഷയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ദീനിൽ ഉറച്ചു നിൽക്കുക. ഏതേത് പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴും, ഇസ്ലാമിനെതിരെ കൊഞ്ഞകുത്തുമ്പോഴും, ഇസ്ലാമിനെ നോക്കി അതിന്റെ ആളുകളെ നോക്കി കളിയാക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും അതിന്റെ പേരിൽ ഉറച്ചു നിൽക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവർക്ക് എന്റെ മംഗളമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ ഗരീബ. ഇസ്ലാം തുടങ്ങിയത് അപരിചിതമായ ഒരു അവസ്ഥയിൽ നിന്നാണ്. ആ അവസ്ഥയിലേക്ക് തന്നെ അത് വീണ്ടും മടങ്ങും. ഫതൂബാ ലിൽ ഗുറബ. അന്നും എന്റെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന തുലവും തുച്ഛം വരുന്ന ന്യൂനപക്ഷം വരുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, അവർക്ക് എന്റെ മംഗളമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ്. സഹോദരന്മാരെ, മുസ്ലിങ്ങളാകുമ്പോൾ സ്വാഭാവികമായും പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അടുക്കടി കടന്നു വരും. അവിടെയെല്ലാം ക്ഷമിക്കാനും ഈ ദീനിനെ ഒരു കുറ്റവും പറയാതെ നമ്മുടെ നാവ് കൊണ്ട് അല്ലാഹുവിനെയോ അവന്റെ പ്രവാചകനെയോ ഇസ്ലാമിനെയോ പഴി പറയാതെ ദീനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മുൻഗാമികൾ എത്രയെത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അവരുടെ ജീവിത ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർ ഉറ്റുവീഴാതെ അത് വായിച്ചു തീർക്കാൻ കഴിയുമോ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. നിങ്ങളൊക്കെ സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് വെറുതെ കടന്നു കളയാം എന്ന് വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. വെറുതെ സ്വർഗത്തിലേക്ക് കടന്നു കളയാം എന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ മുൻഗാമികൾ ഒരുപാട് പരീക്ഷണങ്ങളിൽ അവർ പരീക്ഷിക്കപ്പെട്ടു. ഒരുപാട് പ്രയാസങ്ങളിൽ വലിയ കൊടികൾ ഉണ്ടാക്കി അതിൽ ഇറക്കി വെച്ച് ഈർച്ചവാളുകൾ കൊണ്ട് ശരീരം രണ്ടായി ഭാഗിച്ച് അങ്ങനെ പ്രയാസം അനുഭവിച്ച് നമ്മുടെ മുൻഗാമികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ശരീരത്തിലെ മുഴുവൻ തുണികളും അടിച്ചു മാറ്റി ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കിടത്തി കാലിൽ ഒരു ചങ്ങല കെട്ടി തെരുവ് പിള്ളേരെ കൊണ്ട് ഉമയ്യത്ത് ഇബ്നു ഖലഫ് വലിപ്പിച്ച ചരിത്രം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ഇരുമ്പിന്റെ വലിയ കൊളുത്തുകളുള്ള ചീർപ്പുകൾ കൊണ്ട് ശരീരത്തിന്റെ പുറകുവശത്തെ മുഴുവൻ മാംസങ്ങളും വലിച്ചു ചീന്തിയ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. അവിടെയൊക്കെ അവർ ദീനിൽ ഉറച്ചു
ഉറച്ചു നിന്നു. അത്രത്തോളം നമ്മുടെ മുൻഗാമികളുടെ പ്രവാചകന്മാരും അവരുടെ അനുയായികളും പറഞ്ഞു അത്രേ, വല്ലദീന ആമനു മഅഹു മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക എന്നിവരെ അവരെ പറയാൻ മാത്രം അത്രമേൽ പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നതാണ്. മുസ്ലിമാണോ, യഥാർത്ഥ മുസ്ലിമാണോ നമ്മൾ എങ്കിൽ പരീക്ഷണങ്ങൾ തീർച്ചയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക അമ്പിയാക്കന്മാരാണ്. കാരണം അവരാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും സാമീപ്യം സിദ്ധിച്ചവർ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നവർ, ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുന്നവർ. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നെ അവരെ പോലെയുള്ളവർ, പിന്നെ അവരെ പോലെയുള്ളവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് മുസ്ലിമാണോ നമ്മൾ, യഥാർത്ഥ ഈമാനുള്ളവരാണോ, പരീക്ഷണം അത് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകുമെന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിലെ 179ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. ഒരിക്കലും ഒരു വിശ്വാസികളെ എല്ലാ ദിവസവും ഒരവസ്ഥയിൽ അല്ലാഹു ഇടൂല. കുറച്ച് സന്തോഷമുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു സങ്കടം ഉണ്ടാവും, കുറച്ച് സാമ്പത്തികമായ അവസ്ഥ നമുക്കുണ്ടെങ്കിൽ ഒപ്പം ദാരിദ്ര്യം ഉണ്ടാവും, ക്ഷാമമുണ്ടെങ്കിൽ ക്ഷേമം കളിയാടും. ഇങ്ങനെ രണ്ടവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. എന്നും സുഖത്തിൽ, സൗകര്യത്തിൽ, സന്തോഷത്തിൽ ഒരു മുഅ്മിന് ആ അവസ്ഥ ഉണ്ടാവുകയില്ല. പരീക്ഷണങ്ങൾ അവന്റെ ജീവിതത്തിൽ വരും. വിശുദ്ധ ഖുർആൻ ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്, പരീക്ഷണങ്ങൾ വരുമ്പോൾ, ഒരു ഞെരുക്കം വരുമ്പോൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുമ്പോൾ, മാനസികമായ വിഷമങ്ങൾ വരുമ്പോൾ, കുടുംബപരമായ പ്രയാസങ്ങൾ വരുമ്പോൾ, ഇതൊക്കെ ഈ ദീന് വേണ്ട, ഈ ദീന് സ്വീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറയുന്ന ഖബീസുകളെ വേർതിരിക്കാൻ, അതല്ല ദീനിൽ ഉറച്ചു നിൽക്കുന്ന ത്വയ്യിബുകളെ അല്ലാഹുവിന് വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഹത്താ തമീസൽ ഖബീസ മിനത് ത്വയ്യിബ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങൾ വരുമ്പോഴും ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മനക്കരുത്ത്, ഫിൽ ഇസ്ലാം, അത് നമുക്ക് ഉണ്ടാകണം എന്നാണ് സൂചിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, സൂറത്തു ആലി ഇംറാനിൽ, സൂറത്തുൽ അൻകബൂത്തിൽ അതിന്റെ തുടക്ക ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അഹസിബൻ നാസ്, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻ യുത്രകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, ഞങ്ങൾ തൗഹീദുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ മാത്രം അങ്ങ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാമെന്ന്, ഒരു പരീക്ഷണവുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ അങ്ങ് ജീവിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. ആരാണ് ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുന്നത്, ആരാണ് കപടന്മാർ എന്ന് അല്ലാഹു അറിയുന്നത് വരെ ഒരുപാട് പരീക്ഷണങ്ങൾ നാം നൽകിക്കൊണ്ടിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിടേണ്ടി വരിക നമ്മുടെ ആദർശത്തിന്റെ വിഷയത്തിൽ തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ തന്നെയായിരിക്കും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മക്കയിൽ ഇസ്ലാമിന്റെ സന്ദേശം നുബുവത്ത് ലഭിച്ചപ്പോൾ, പ്രബോധനം ചെയ്തപ്പോൾ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. എന്നിട്ട് ഈ ദീൻ ഒഴിവാക്കി അവരുടെ കാരണവന്മാർ ആരാധിച്ചു പോന്നിരുന്ന ലാത്തയും ഉസ്സയും മനാത്തയും ഹുബ്ലയും ഒക്കെ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി ആരാധിക്കാൻ ആവശ്യപ്പെട്ടു. അതിനെക്കുറിച്ച് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയുന്നുണ്ട്, വഇൻ കാദൂ ലയഫ്തിനൂനക അനില്ലദീ ഔഹൈനാ ഇലൈക ലിതഫ്തരി അലൈനാ ഗൈറഹ വഇദൽ ലത്തഖദൂക ഖലീലാ. നാം നിനക്ക് ബോധനം നൽകിയിട്ടുള്ളതിൽ നിന്നും അവർ നിന്നെ തെറ്റിച്ചു കളയാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നീ നമ്മുടെ മേൽ അതല്ലാത്ത വല്ലതും കെട്ടിച്ചമക്കുന്നവനാണ്. കെട്ടിച്ചമക്കാൻ വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടിയാണ് അവർ നിന്നോട് പറയുന്നത്, നീ എങ്ങാനും അങ്ങനെ ചെയ്താൽ നിനക്ക് ഇരട്ടി ശിക്ഷ നാം നൽകും. നീ അവരുടെ മതം സ്വീകരിച്ചാൽ, അവർ പറയുന്നത് പോലെ ആദർശത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിൽ നിന്ന് തെന്നിമാറി അവരുടെ ആദർശത്തിലേക്ക് നീ പോയാൽ അല്ലാഹു പറയുകയാണ്, വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീല. ആ സമയത്ത് നിന്നെ ഞാനാണ് അവിടെ സാബിതാക്കി, വലൗലാ അൻ
അസ്ബത്നാക, സബാത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഞാനാണ് നിന്നെ സഹായിച്ചത്. എന്റെ സഹായമില്ലെങ്കിൽ ലഖദ് കിത്ത തർകനു ഇലൈഹിം ഷൈഅൻ ഖലീല, കുറച്ചെങ്കിലും നീ അവരുടെ മതത്തിലേക്കൊക്കെ ചാഞ്ഞു പോകുമായിരുന്നു. അതില്ലാതെ ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ ഞാനാണ് നിന്നെ സഹായിച്ചത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇദല്ല അദഖനാക ളിഅഫൽ ഹയാതി വളിഅഫൽ മമാതി സുമ്മ ലാ തജിദു ലക അലൈനാ നസീറ. നിന്നെ ഞാൻ ഒരുപാട് ജീവിതത്തിന്റെ ശിക്ഷ, അതുപോലെ മരണത്തിന്റെ ശേഷവും ഒരുപാട് ശിക്ഷ ഇരട്ടിയായി ഞാൻ നൽകും. അപ്പൊ നിന്നെ സഹായിക്കാൻ നീ ആരെയും കണ്ടെത്തൂല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചത് കൊണ്ടാണ് ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ നബിക്ക് പോലും സാധിച്ചത്. അപ്പൊ അത്രയൊന്നും ഈമാനില്ലാത്ത സാധുക്കളായ നമ്മുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് നമ്മൾ ഏത് സമയവും അല്ലാഹുവോട് ദുആ ചെയ്യേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ദീനിൽ ഉറച്ചു നിൽക്കാൻ സഹായകമാകുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നോക്കൂ നിങ്ങൾ, ഒന്നാമതായി എന്നും ഈ ഹിദായത്തിലായി മരിക്കുന്നത് വരെ സബാത്തോടുകൂടി ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക എന്നതാണ്. നമ്മൾ പഠിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ പിന്നിൽ ഇനിയും ഒരുപാട് ആശയങ്ങളും കുറെ കാര്യങ്ങളും ഇനിയും പഠിക്കാനുണ്ട്. അതിന്റെ ശുറൂത്തുകൾ എന്തൊക്കെയാണ്, അതിന്റെ റുക്നുകൾ എന്തൊക്കെയാണ്, ഒരുപാട് വിഷയങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലി, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, മുഅ്മിനീങ്ങളെ നിങ്ങൾ മുഅ്മിനാകണമെന്നാണ്. എന്തിനാണ് മുഅ്മിനീങ്ങളോട് പിന്നെയും മുഅ്മിനാകാൻ പറഞ്ഞത്? വീണ്ടും വിശ്വാസത്തെക്കുറിച്ച് ധാരാളം പഠിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും അതിന്റെ ആശയവും ഗ്രഹിക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ അല്ലാഹു ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് വ്യക്തമായ ഒരു ഉദാഹരണത്തിലൂടെ സൂറത്തുൽ ഇബ്രാഹിമിൽ അല്ലാഹു പറഞ്ഞില്ലേ, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബ കശജറത്തിൻ തയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ് സമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല വാചകത്തിന്റെ ഉദാഹരണം ഒരു നല്ല മരത്തിനോട് ഉപമിക്കുകയാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അല്ലാഹു ഉപമിച്ചത് നല്ല ഒരു മരത്തോടാണ്. അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ് സമാ. ആ മരത്തിന്റെ വേര്, അതിന്റെ അടിവേര് ഭൂമിയിലോട്ട് നല്ല ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള മരങ്ങൾ സ്വാഭാവികമായും അതിന്റെ കൊമ്പുകൾ, ശിഖരങ്ങൾ ആകാശത്തേക്ക് ഇങ്ങനെ പടർന്നു പന്തലിക്കും. അതിന്റെ ഏത് സമയവും അതിന്റെ പഴവർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാനും അതിൽ നിന്ന് തണൽ കൊള്ളാനും മനുഷ്യന് സാധിക്കും എന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പഠിക്കേണ്ടത് പ്രകാരം ആരെങ്കിലും പഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാബിതായി അവനെ ഉറപ്പിച്ചു നിർത്തും, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും. അപ്പൊ ഒന്നാമതായി ദീനിൽ അടിയുറച്ചു നിൽക്കണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് വീണ്ടും വീണ്ടും പഠിക്കുക. എങ്കിൽ യുസബ്ബിതുല്ലാഹ് അല്ലാഹു സാബിതാക്കി ഈ ദീനിൽ നിലനിർത്തുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, നിരന്തരമായി ഖുർആനുമായി ബന്ധമുള്ളവളാണോ നമ്മൾ എങ്കിൽ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കുമെന്നാണ്. കാരണം ഖുർആൻ ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഇറങ്ങിയപ്പോ മക്കയിലുണ്ടായിരുന്ന ചില മുശ്രിക്കീങ്ങൾ പറഞ്ഞു, വഖാലല്ലദീന കഫറു ലൗലാ നുസില അലൈഹിൽ ഖുർആൻ ജുംലതൻ വാഹിദ. എന്താ ഈ ഖുർആൻ ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഇറങ്ങുന്നത്? മുൻ വേദങ്ങളൊക്കെ ഇറങ്ങിയതുപോലെ ഒറ്റയടിക്ക് അങ്ങ് ഇറങ്ങിയാൽ എന്താ പ്രശ്നം? ഇതെന്താ ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഇറങ്ങിയത്? ഇതിന് മറുപടി അല്ലാഹു പറഞ്ഞു, കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക. നബിയെ, നിന്റെ ഹൃദയത്തെ സ്ഥൈര്യത്തോടുകൂടി ധൈര്യത്തോട് നിലനിൽക്കാൻ, ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ നിനക്ക് ഏറ്റവും നല്ലത് ഘട്ടം ഘട്ടമായി ഇറങ്ങുന്നതാണ്. ഉറത്തല്ലാഹു തർത്തീല. എന്നിട്ടൊന്ന് മെല്ലെ മെല്ലെ ഓരോന്ന് പഠിക്കുന്നതാണ് ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ നിന്നെ സഹായിക്കുന്ന കാര്യമെന്നാണ്. അപ്പൊ ഖുർആനുമായി നിരന്തരം ഒരു ബന്ധമുണ്ടെങ്കിൽ അല്പസമയം ഖുർആൻ പഠിക്കാൻ ഓരോ ദിവസവും നമ്മൾ മാറ്റിവെച്ചാൽ ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ധാരാളമായി നമ്മൾ
ദീനിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മഅഹു റിബ്ബിയൂന കസീർ ഫമാ വഹനൂ ലിമാ അസാബഹും ഫീ സബീലില്ലാഹ് വമാ ളഅഫൂ വമസ്തകാനൂ വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ എന്നാണ്. അഥവാ പ്രവാചകന്മാരുടെ കൂടെ വിശ്വസിച്ച ചില അനുയായികൾ എത്രയെത്ര യുദ്ധങ്ങളിലാണ് അവർ പങ്കെടുത്തു പോയത്. പക്ഷെ അവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടപ്പെടും. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് ബാധിച്ച ഒരു വിഷമവും അവർക്കുണ്ടായിട്ടില്ല. എന്ത് പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോഴും അവർ ഒരിക്കലും തളർന്നിട്ടില്ല, അവർ ദുർബലരായി പോയിട്ടില്ല. ഇതെന്താണ് ഇങ്ങനെ, മുസ്ലിം ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ എന്നവർ ചിന്തിച്ചില്ല. അവർ അടിയുറച്ചു നിന്നു, അവർ ക്ഷമിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞ ആയത്ത് ഒമാ കാന ഖൗലഹും ഇല്ലാ അൻ ഖാലു, അവർ ഇങ്ങനെ പറയുന്നവരായിരുന്നു. എങ്ങനെ? റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുവേ വസബ്ബിത് അഖ്ദാമനാ, ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് ദുആ ചെയ്യുന്നവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. ഏത് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും അവർ അല്ലാഹുവോട് പ്രാർത്ഥിക്കുമായിരുന്നു. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങളെ ഹിദായത്തിലാക്കിയതിനു ശേഷം അല്ലാഹു ഈ ദീനിൽ ഞങ്ങളെ തെറ്റിക്കല്ലേ എന്നവർ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള മൂന്നാമത്തെ കാരണം ഏത് സമയവും അസ്സബാതു ഫിൽ ഇസ്ലാം, അതിനു വേണ്ടി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നാലാമത്തെ ഒരു കാര്യം, ഏത് സമയവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ പറയാറുണ്ട്, ജനങ്ങളെ കുറിച്ച് ഓർക്കുക, ജനങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക എന്ന് വിചാരിക്കൽ തന്നെ ഒരു രോഗമാണ്. അതിനുള്ള മരുന്ന് അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ്. അപ്പൊ അള്ളാഹുവിനെ നിരന്തരമായി ഓർത്തോ എങ്കിൽ സബാത്ത് ഉണ്ടാകുമെന്നാണ്. എവിടെ പറഞ്ഞു? വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അള്ളാഹു പറയാൻ, വിശ്വാസികളെ, നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ശത്രു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ ഫസ്ബുതു, നിങ്ങൾ അടിയുറച്ചു നിൽക്കുക. ആ അടിയുറച്ചു നിൽക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഘടകം ഏതാണ്? ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ്. ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹുവിനെ സഹായിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹിജ്റ വേളയിൽ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന പ്രവാചകനെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും അടുത്ത് ഇനാം പ്രഖ്യാപിച്ചു 100 ഒട്ടകങ്ങളെയും പ്രതീക്ഷിച്ച് ഒരുപാട് ഖുറൈശികളും മുശ്രിക്കീങ്ങളും അവരെ തിരയുകയാണ്. ഒന്നടിയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പ്രവാചകനെ കാണും. അവരുടെ കാൽ പെരുമാറ്റം പോലും അബൂബക്കർ റളിയല്ലാഹു കേട്ടപ്പോൾ അറിയാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ പിടിക്കപ്പെട്ടു അല്ലേ നബിയെ? നബി പറഞ്ഞു, ഇല്ല, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹുവിനെ ഓർത്തപ്പോൾ അല്ലാഹു അവർക്ക് സ്ഥൈര്യം നൽകി. ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഒരു പ്രത്യേകമായ സബാത്ത് അല്ലാഹു അവർക്ക് കൊടുക്കുകയാണ്. ഫിറഔനെ പേടിച്ച് മൂസാ നബിയും കൂട്ടരും ഓടുന്ന സന്ദർഭത്തിൽ മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫിറഔനും കൂട്ടരാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആളുകൾ പറഞ്ഞു, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു അല്ലേ മൂസ? മൂസാ നബി പറഞ്ഞു, ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എനിക്കൊരു മാർഗ്ഗം കാണിച്ചു തരും, അവൻ എൻ്റെ കൂടെയുണ്ട്. അല്ലാഹുവിനെ ഓർത്തപ്പോൾ അവർക്ക് സബാത്ത് കിട്ടി എന്നതാണ് ചരിത്രങ്ങൾ മുഴുവൻ നമ്മളെ പഠിപ്പിച്ചു തരുന്ന കാര്യം. അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമുക്ക് അറിയാത്ത വിഷയങ്ങൾ, ഏതെങ്കിലും വാർത്തകൾ വരുമ്പോൾ, അതെങ്കിലും മുസ്ലിങ്ങളെ ഭയപ്പെടുന്ന, ഇസ്ലാമുള്ള ആളുകളെ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അറിവുള്ള ആളുകളോട് അതിനെക്കുറിച്ച് ചോദിക്കുക എന്നതാണ്. അല്ലാതെ ഏതെങ്കിലും വാർത്ത ആരെങ്കിലും അടിച്ചു വിടുമ്പോഴേക്ക് നമ്മൾ മുസ്ലിമായി വല്ലാത്ത പ്രയാസം, ഇസ്ലാമായി എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ മുസ്ലിം ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, എനിക്കൊരു മുസ്ലിം പേരായതുകൊണ്ടാണല്ലോ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം
ചെയ്യുന്ന പണ്ഡിതന്മാരെ അത് ഏൽപ്പിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. വഇദാ ജാഅഹും അംറും മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലത്തബഅതുമുശ് ശൈത്താന ഇല്ലാ ഖലീല. മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്ന വാർത്തകളാകട്ടെ, അതല്ല അവർക്ക് ആശ്വാസം നൽകുന്ന വാർത്തകളാകട്ടെ, അതങ്ങ് വരുമ്പോഴേക്ക് അതിന്റെ ഉറവിടം മനസ്സിലാക്കാതെ നിങ്ങൾ അതങ്ങ് വ്യാപിപ്പിക്കുകയാണ്, ഷെയർ ചെയ്യുകയാണ്. അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. പ്രവാചകൻ ഉണ്ടെങ്കിൽ പ്രവാചകനിലേക്ക് മടക്കണം. അതല്ല നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരിലേക്ക്, നേതാക്കളിലേക്ക് അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ അന്വേഷിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, എങ്കിൽ അവർ നമുക്ക് ആവശ്യമായ ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞു തരും എന്നതല്ലേ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചും CAA പോലെയുള്ള മുസ്ലിങ്ങളെയൊക്കെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ, നമ്മളൊക്കെ മുസ്ലിങ്ങളായതുകൊണ്ടാണല്ലോ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്ത് ഈ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ, ഒരു മനസ്സമാധാനത്തോടുകൂടി ധൈര്യവും ലഭിക്കാൻ എപ്പോഴും നല്ലത് നമ്മുടെ പണ്ഡിതന്മാരെ കൂടെ മുജാലസത്ത് കൂടി, സ്വഹബത്ത് കൂടി, അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ കൂടെ കൂടി അവരുടെ ആളുകളായി, ഇൽമിന്റെ ആളുകളായി മുന്നോട്ട് പോകുമ്പോൾ ദീനിൽ അടിയുറച്ചു നിൽക്കാനും സമാധാനത്തോടുകൂടി മുസ്ലിങ്ങളായി ജീവിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആറാമത്തെ ഒരു കാര്യം അതെന്താണ്? നമ്മുടെ മുൻകാല സമൂഹത്തിലുള്ള ആളുകളുടെ ചരിത്രങ്ങളൊക്കെ നന്നായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നതാണ്. ചരിത്രം പഠിക്കുന്നതിലൂടെ വലിയ ഗുണപാഠം നമുക്ക് ലഭിക്കും. മുൻഗാമികൾ പ്രയാസപ്പെട്ട, അവർ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മുൻഗാമികൾ ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് നമുക്കും അങ്ങനെയാകാം എന്ന ഒരു ത്വര നമ്മുടെ മനസ്സിലുണ്ടാവുകയും ദീനിൽ അടിയുറച്ചു നിൽക്കാൻ അത് സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. എട്ടാമത്തെ ഒരു കാര്യം ക്ഷമ അവലംബിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലഘട്ടമാകുമ്പോൾ ദീന് കുറഞ്ഞു വരും, ആളുകൾക്ക് ദീനോടുള്ള താല്പര്യം കുറഞ്ഞു വരും, ഒരുപാട് മുസ്ലിങ്ങൾ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അവിടെയും ഇസ്ലാമിൽ ഉറച്ചു നിന്ന് മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ച് അതിന്റെ അമലുകളിൽ ഏർപ്പെടുന്ന ആളുകൾ ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ ക്ഷമയുടെ ദിവസങ്ങളാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. അന്ന് ആരാണോ ക്ഷമ അവലംബിച്ചുകൊണ്ട് ദീനിൽ ഉറച്ചു നിന്ന്, ആരാണോ ഇസ്ലാമിന് വേണ്ടി പോരാടുന്നത്, ആരാണ് ഞാൻ മുസ്ലിമാണ്, അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, ഇബാദത്തുകൾ അനുസരിക്കുന്നത്, അനുഷ്ഠിക്കുന്നത്, അവൻ കൈവെള്ളയിൽ ഒരു തീക്കട്ട പിടിച്ചവനെ പോലെ പ്രയാസം ഉണ്ടാകുന്ന, അത്രയും പ്രയാസം ഉണ്ടാവും അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമനുസരിച്ച് ജീവിക്കാൻ. എല്ലാവരും ഇസ്ലാമിനെതിരായിരിക്കും, ആരും ദീനനുസരിച്ച് ജീവിക്കുന്നുണ്ടാവില്ല, എല്ലാവരും നല്ല സുഖത്തിൽ സൗകര്യത്തിലായിരിക്കും. അന്നും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എന്റെ മംഗളമുണ്ട്. അവർ കൈവെള്ളയിൽ ഒരു തീക്കട്ട പിടിച്ചവനെ പോലെ പ്രയാസം ഉണ്ടാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലിൽ ആമിലി ഫീഹാ അജ്റു 50. അന്ന് ആരാണോ മുസ്ലിമായി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അവർക്ക് 50 ആളുകൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമുണ്ട് എന്നാണ്. അപ്പൊ സഹാബികൾ ചോദിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 50 ആളുകളാണോ, അതല്ല അവരുടെ കൂട്ടത്തിലുള്ള 50 ആളുകളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 50 മിൻകും, നിങ്ങളിൽപ്പെട്ട 50 ആളുകൾ പ്രവർത്തിക്കുന്നതിന്റെ കൂലി ഫിത്നകൾ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിൽ ഉറച്ചു നിന്ന് ഇസ്ലാമിൻ്റെതായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്കുണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതൊക്കെയും നമ്മുടെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും മരണം വരെ അവന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുകയും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ പ്രഖ്യാപിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും നാം ഇഷ്ടപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്നുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ പൂർണ്ണമായ ശിഫാ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഒരുപാട് ആളുകൾ നമ്മളെ തൊട്ട് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ റമദാനിൽ പോലും എത്ര ആളുകളാണ് നമ്മെ തൊട്ട് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഈ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖറജ മിൻ ദുനൂബിഹി കയൗമിൻ വലദതുഹു ഉമ്മുഹു, ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ഒരു തെറ്റുമില്ലാതെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്കൊക്കെയും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. വിശാലമായ സ്വർഗ്ഗലോകത്തേക്ക് ആനയിക്കപ്പെടുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.